ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വേദനയോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും മദ്യം ഉപയോഗിച്ചിട്ടില്ല, ആ മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ടില്ല, ഒരേ ഒരു തവണ മാത്രമേ മദ്യപിച്ചിട്ടുള്ളൂ, അത് വിഷം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാണ്. അപ്പോൾ വേദയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് കേട്ടോ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് നന്ദിനി കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു രണ്ടുപേരോ നന്ദിനിനെ കാണും കേട്ടോ. അയ്യോ, നന്ദിനി അടുത്തിന്ന് വിളിക്കണ വഴിക്ക് തന്നെ നന്ദിനി അവിടെ കമ്മടിച്ച് വീഴാണ് കേട്ടോ. അപ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വന്നപ്പോൾ നല്ലൊരു പണിയും കിട്ടി. അങ്ങനെ റൂമിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വിനായകനോട് പറയാണ്, പഴയ കാര്യങ്ങളൊക്കെ വേദനോട് വിക്രം പറഞ്ഞ കാര്യം. ഇത് കേൾക്കുമ്പോൾ വിനായകനാകെ ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ കണ്ടിട്ട് വിനായകനോട് വേദല നന്ദിനി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നിങ്ങളിതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലോ, നിങ്ങളുടെ സംശയം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വിനായകൻ തന്നെയാണ് ആ ഒരു ചതിക്ക് പിന്നിലുള്ളതെന്ന് ഉറപ്പാണ്. പിന്നെ കാണിക്കുന്നത് വിശ്വനെ ചതിക്കാൻ വേണ്ടിയിട്ട് വിനായകനെ കൂട്ടുപിടിക്കുകയാണ് ശ്രീകാന്ത്. കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാണ്, ഏതോ ഒരു ചിട്ടിയിൽ ചേർപ്പിക്കുകയാണ് കേട്ടോ വിശ്വനെ കൊണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വിനായകൻ പിറ്റേ ദിവസം രാവിലെ വിശ്വനോട് പറയാണ്. എന്തായാലും ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഈ ഒരു ചിട്ടിയിൽ ഒരെണ്ണം ചേർന്നിട്ട്. പക്ഷേ വിശ്വത്തിന് അത്ര താല്പര്യമൊന്നും തോന്നുന്നില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്താ വിശ്വമായിട്ട് ആലോചിക്കുന്നത്, എന്തെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് കേട്ടോ. അത് മറ്റേ അവൻ ചതിക്കുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ, അതാണ് കാരണം. വിനായകൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പിന്നിലൊരു ചതി ഉണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രേമ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.